ഹായ് ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ നൈബറുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇവിടെ ഇവരുടെ ഉമ്മക്ക് ഇന്ന് അവനൊരു സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതുവരെ എത്തിയിട്ടില്ല. സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിശന്ന് കാഞ്ഞിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾ വരും, സർപ്രൈസാണ്. എന്തായാലും നാളെ അവന് പുറത്ത് പോവുകയാണ്. ഡൽഹിയിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് നാളെ പോകും. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് പർച്ചേസിങ്ങൊക്കെ ആയിട്ട് അവൻ പോയിരിക്കുകയാണ്. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. അവനറിയില്ല. അവൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്. അനിയന് കാര്യങ്ങളൊക്കെ അറിയാം, ഒക്കെ സെറ്റാണ്. പക്ഷേ ഈ ആൾക്കറിയില്ല. നമ്മളിവിടെ ഒരിക്കൽ സെറ്റിങ്സൊക്കെ കാണിക്കാം. ചെറിയ രീതിയിൽ ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളി ഒരു മാങ്ങയാണ് അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫസ്റ്റായിട്ട് മാവിൽ കായ്ച്ചിരിക്കുന്ന മാങ്ങയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അതിവിടെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്ക്, ഫുഡ് ഐറ്റംസൊക്കെ അവിടെ സെറ്റാണ്. ആൾ വന്നാൽ മതി കേട്ടോ. അപ്പോൾ വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇവിടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, ക്യാപ്പ് കൊടുക്കാനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫാമിലി, ഇവരുടെ ഉമ്മ ഫിലിപ്പൈനാണ്, അതുപോലെ ഉപ്പ മലയാളിയാണ്. അങ്ങനെ ഇവർ കുറച്ചായി ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിലായിട്ട്. മുതുമുത്തച്ഛനാണല്ലേ, കുട്ടിയൊന്നല്ലേ, കുട്ടീനൊക്കെ വിട്ടുപോയി. അയിമ നിന്നിട്ട് വേണം ഈ മാങ്ങ കട്ട് ചെയ്യണം. എനിക്ക് കേക്കല്ല, ഫസ്റ്റ് മാങ്ങ കട്ട് ചെയ്യണം. അത് ഉമ്മാന്റെ വിചാരി ഇജിപ്പോഴും ചെറുതാന്നാണ്. നാളെയാണ് ശരിക്കും അവൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ നാളെ അവന് പുറത്ത് പോകുന്ന ദിവസമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടാവുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഫംഗ്ഷൻ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കത്തി ഒന്നില്ല, കത്തി കത്തി സ്പെഷ്യൽ വ്ലോഗാണ്. ക്യാപ്ഷൻ അത് കൊടുക്കാല്ലേ. കട്ടി കട്ടി ചെല്ലി മുല്ലൊക്കെ ചെല്ലി കട്ട് ചെയ്യാം. Happy birthday, happy birthday to you. അവര് കയ്യിൽ കടിച്ചല്ലോ കേട്ടോ. ഇത് കുറച്ച് സൈഡിലൊക്കെ ഉണ്ട് സെറ്റാക്കി.
ഔട്ടേക്കാണ്. താങ്ക് യു. അപ്പോൾ പ്ലാൻ മൊത്തം സക്സസ് ആയില്ലേ? ഈ കുട്ടി ഭക്ഷണം വേണ്ട ഉറക്കം ഒന്നുമില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഓൻ്റെ തള്ളന്ന് കയറ്റിയൊക്കെ വിചാരിച്ചു. അല്ലെ ഞാനിപ്പോ കഴിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാൻ ഞാൻ സംഭവത്തിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, വിശന്നിട്ട് കഴിക്കണം. ബ്രെഡ് ജാമൊക്കെ തിന്നെങ്കിലേ വിശപ്പ് മാറും. എത്രാമത്തെ പീസാണ്? അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സി യു, ടേക്ക് കെയർ.